ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അർച്ചന നെല്ലിശ്ശേരിയിൽ എത്തിയിരിക്കുന്നതാണ്. തുടർന്ന് സേതുവും മറ്റുള്ളവരുമൊക്കെ തന്നെ അർച്ചനയുടെ ചുറ്റും കൂടുകയാണ്. മോളെ, മോള് അവനെ കണ്ടോ എന്നൊക്കെ സേതു ചോദിക്കുമ്പോൾ അർച്ചന തൻ്റെ പുറകിലേക്ക് നോക്കുകയാണ്. അതേസമയം സച്ചിയും അകത്തേക്ക് കയറി വരുന്നു. തുടർന്ന് സേതു ദേഷ്യത്തോടെ സച്ചിയുടെ അടുത്തേക്ക് ചെന്ന് സച്ചിയുടെ മുഖമടക്കി ഒന്ന് കൊടുക്കുകയാണ്. മനുഷ്യൻ ഇവിടെ നിന്ന് തീ തിന്നുകയായിരുന്നു, നിനക്ക് അതൊന്നും അറിയണ്ടല്ലോ എന്ന് സേതു പറയുമ്പോൾ പെട്ടെന്ന് സേതുവിനെ തടഞ്ഞുകൊണ്ട് അച്ചു പറയുകയാണ്, അച്ഛൻ എത്ര വേണമെങ്കിലും എന്നെ അടിച്ചു വച്ച സച്ചിയേട്ടനെ അച്ഛൻ അടിക്കല്ലേ എന്ന് പറഞ്ഞ് അർച്ചന മുമ്പിൽ കയറി നിൽക്കുകയാണ്. തുടർന്ന് സേതു പറയുകയാണ്, നിന്റെയും സന്ദീപിന്റെയും ഒക്കെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് എന്ത് ടെൻഷനാണെന്ന് നിങ്ങൾക്കറിയാമോ? കുറച്ചു നേരമെങ്കിലും നിങ്ങളെ എൻ്റെ കൺമുന്നിൽ നിന്ന് മാറിയാ എനിക്ക് അത്രയ്ക്ക് വിഷമമാണ്. ഇതൊന്നും നിങ്ങൾ ഒരിക്കലും മനസ്സിലാക്കുന്നില്ലല്ലോ എന്നൊക്കെ സേതു പറയുകയാണ്. നീ എവിടെയായിരുന്നു എന്ന് സച്ചിയോട് സേതു ചോദിക്കുമ്പോൾ സച്ചി പറയുകയാണ്, അത് പിന്നെ ഞാൻ ഓരോന്ന് ആലോചിച്ച് നടന്ന് എവിടേക്കോ എത്തിയായിരുന്നു. അത്രയും പറഞ്ഞ് സച്ചി അകത്തേക്ക് പോകുന്നു. തുടർന്ന് സേതുവും അകത്തേക്ക് പോകുമ്പോൾ അവന്തിക അർച്ചനോട് ചോദിക്കുകയാണ്, എവിടെയായിരുന്നു നിങ്ങൾ? എത്ര വട്ടം ഞാൻ നിന്റെ ഫോണിലേക്ക് വിളിച്ചു, നിന്റെ ഫോൺ എന്തേ? അപ്പോഴാണ് തൻ്റെ കയ്യിൽ ഫോണില്ലെന്നുള്ള കാര്യം അച്ചു ഓർക്കുന്നത്. എന്താണെങ്കിലും കുഴപ്പമില്ല, ഏട്ടനെയും കണ്ടുപിടിച്ചുകൊണ്ട് വന്നല്ലോ എന്ന് സ്നേഹ പറയുമ്പോൾ അനഘ പറയുകയാണ്, അതെ, ഇനിയെങ്കിലും ഈ കലാപരിപാടി അങ്ങ് നിർത്തിയേക്ക്. ചുമ്മാ മനുഷ്യന്റെ ഉറക്കം കളയാനായിട്ട് വെളുപ്പാങ്കാലത്ത് രണ്ടും കൂടി ഇറങ്ങി പോയിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന സ്നേഹ പറയുകയാണ്, അനഘേ, ഏട്ടനെ കണ്ടുപിടിച്ചോണ്ട് വന്നല്ലോ. സച്ചേട്ടൻ ഒരു കുഴപ്പവുമില്ലാതെ ഇവിടെ എത്തിയല്ലോ എന്ന് വേണം ചിന്തിക്കാൻ, അല്ലാതെ ഇങ്ങനെ കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത്. ഇത് കേൾക്കുന്ന അർച്ചന തന്റെ മുറിയിലേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് അവന്തികയും അനഘയുമാണ്. അനഘ പറയുകയാണ്, ഇപ്പോ ചേച്ചി ആരായി? ഞാൻ ചേച്ചിയോട് ആദ്യമേ പറഞ്ഞതല്ലേ ഇവളുടെ കാര്യത്തില് അല്പം ജാഗ്രത വേണമെന്ന്. അന്നേരമോ ചേച്ചി അവളെ വെറും നിസ്സാരക്കാരിയെ കണ്ടു, എന്നിട്ട് ഇപ്പോ എന്തായി? ഇത് കേൾക്കുന്ന അവന്തിക പറയുകയാണ്, ആൾക്കാരെ നിസ്സാരമായി കാണുന്നതിന്റെ വില ഞാൻ ഇന്നറിഞ്ഞു. ഈ വീട്ടിലുള്ളവര് അവൾക്ക് എന്ത് വിലയാ നൽകുന്നതെന്ന് ചേച്ചിക്കിന്ന് മനസ്സിലായല്ലോ. ഇത് കേൾക്കുന്ന അവന്തിക പറയുകയാണ്, അതെ, ഞാൻ അല്പം മുമ്പ് അവളെ മനസ്സിലാക്കേണ്ടതായിരുന്നു. ഇങ്ങനെ പോയാലേ അവസാനം നമുക്ക് കിടക്കാൻ പാ പോലും ഇല്ലാതായി പോകുമെന്ന് അനഘ പറയുന്നു. എത്രയും പെട്ടെന്ന് അവർ തമ്മിലുള്ള രഹസ്യം നമ്മൾ കണ്ടുപിടിക്കണം, എങ്കിലേ നമുക്ക് എന്തെങ്കിലും കാര്യമുള്ളെന്ന് പറഞ്ഞ് അനഘ അകത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് സേതുവിനെയാണ്. മാലതിയുടെ ഫോട്ടോ നോക്കി സേതു പറയുകയാണ്, മാലതി എന്ത് ഭാഗ്യവതിയാണ്, ഒന്നും കാണാതെയും കേൾക്കാതെയും നീ അങ്ങ് പെട്ടെന്ന് തന്നെ പോയില്ലേ. ഒന്നും കാണാതെയും കേൾക്കാതെയും എന്നെയും പെട്ടെന്ന് കൊണ്ടുപോകാനാണ് എന്റെയും പ്രാർത്ഥനയെന്ന് സേതു പറയുന്നു. പിന്നീട് കാണിക്കുന്നത് അച്ചുവിനെയാണ്. അച്ചിയെ തല്ലിയതിന്റെ പശ്ചാത്താപത്തിൽ ഇവങ്ങളോട് മാപ്പ് പറഞ്ഞ് തന്റെ കയ്യിൽ കർപ്പൂരം കത്തിക്കുകയാണ് അച്ചു. അതേസമയം ആ കാഴ്ച കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്ന സച്ചി ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. തുടർന്ന് പെട്ടെന്ന് തന്നെ വന്ന് സച്ചി ആ കർപ്പൂരം അച്ചുവിന്റെ കയ്യിൽ നിന്നും തട്ടിക്കളയുന്നു. താൻ എന്ത് മണ്ടത്തരമായി കാണിക്കുന്നത്, തന്റെ കൈ പൊള്ളിയില്ലേ എന്ന് സച്ചി ചോദിക്കുമ്പോൾ അച്ചു പറയുകയാണ്, എന്റെ കൈ പൊള്ളട്ടെ സച്ചിയേട്ടാ, ഞാൻ അത്രയ്ക്കും പാപമല്ലേ ചെയ്തത്, ഞാൻ സച്ചിയേട്ടനെ തല്ലിയില്ലേ. തുടർന്ന് കയ്യിൽ കർപ്പൂരം കത്തിച്ചതിന് സച്ചി അർച്ചനെ വഴക്ക് പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് സന്ദീപിനെയും സ്നേഹയുമാണ്. ഇനിയിപ്പോ കുറെ നാളായിട്ട് ഒരു സുന്ദരിയുമായിട്ട് സംസാര സല്ലാപത്തിലാണെന്നൊക്കെ ഞാൻ അറിയുന്നുണ്ട്. ഞാൻ മാത്രമല്ല, ഇവിടെ പലർക്കും ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഏട്ടൻ എന്നോട് തുറന്നു പറയാനായിട്ട് സ്നേഹ പറയുമ്പോ പറയത്തില്ലെന്നും നീ ആ ആഗ്രഹം അങ്ങ് മനസ്സിൽ വെച്ചാൽ മതിയെന്നും സന്ദീപ് പറയുകയാണ്. അങ്ങനെ അവർ രണ്ടും കൂടി ഇടിവെക്കുമ്പോൾ അങ്ങോട്ടേക്ക് അർച്ചനയും സച്ചിയും കൂടി വരികയാണ്. എന്താടാ സന്ദീപേ, നിനക്ക് നാണമില്ലേ ഇവളുടെ കൂടെ കിടന്ന് ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ? അത് പിന്നെ ഏട്ടാ, ഇവളുടെ വായിലെ സംസാരം കേട്ടാലേ നല്ല ഇടി കൊടുക്കാനാ തോന്നുന്നത്. ഇത് കേൾക്കുന്ന അച്ചു പറയുകയാണ്, ഇടിക്കാൻ ഞങ്ങളുടെ കൈയും പൊങ്ങുമെന്ന് പറഞ്ഞു കൊടുക്കുമോളെ. അതെ ഏട്ടത്തി, അങ്ങനെ പറഞ്ഞു കൊടുക്ക്. നമ്മുടെ കൈയുടെ ചൂട് അറിഞ്ഞവർക്കല്ലേ അതിന്റെ വേദനയും അറിയാൻ സാധിക്കൂ. ഇത് കാണിക്കുന്നത് മുറിയിലേക്ക് പോകുന്ന സച്ചി അച്ചുവിന്റെ കയ്യില് മരുന്ന് വെച്ച് കൊടുക്കുകയാണ്. താൻ ഇനി മേലാൽ ഇങ്ങനെയൊന്നും ചെയ്യരുത്. തന്റെ കൈ പൊള്ളിയപ്പോ എനിക്ക് എന്റെ നെഞ്ചു പൊള്ളിയതുപോലെയാ തോന്നിയത്. തുടങ്ങാനേ നല്ല സമയമെടുക്കും. താൻ എന്ത് വിചാരിച്ചാ ഇങ്ങനെയൊക്കെ ചെയ്തത്? തുടർന്ന് സച്ചി പറയുകയാണ്, തന്റെ കൈക്ക് നല്ല ശക്തിയാണ്, കണ്ണിന് പൊന്നീച്ച പറക്കുമെന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ, പക്ഷേ ഞാൻ കണ്ടു. ഇത് കേൾക്കുന്ന അച്ചു തന്റെ കൈ കൊണ്ട് സച്ചിയുടെ കവിളിൽ തൊടാൻ പോവുകയാണ്. പെട്ടെന്ന് എന്തൊക്കെ ഓർക്കുന്ന അച്ചു തന്റെ കൈ പിൻവലിക്കുന്നു. എന്നെ തല്ലിയതിലെ എനിക്ക് ലേശം വിഷമമില്ല. തല്ലുകൊള്ളാത്തതിന്റെ ചില കുറവൊക്കെ എനിക്കുണ്ടായിരുന്നു. തുടർന്ന് അർച്ചനയുടെ കൈ തന്റെ കയ്യിലേക്ക് എടുത്ത് ഊതി കൊടുക്കുകയാണ് സച്ചി. ഇത് കാണുന്ന അർച്ചന കണ്ണെടുക്കാതെ സച്ചിയെ തന്നെ നോക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.